തൃശൂരിലെ മറ്റത്തൂരിന് പിന്നാലെ പാർലം പഞ്ചായത്തിലും ബിജെപിക്ക് കോൺഗ്രസ് സഹായമെന്ന ആരോപണം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് യുഡിഎഫ് വനിതാ നേതാവ് വോട്ട് അസാധുവാക്കിയതോടെ ബിജെപി പാർലം പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുകയായിരുന്നു. നേതാക്കൾ നിറഞ്ഞു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവർ വോട്ട് തേടിയപ്പോൾ നൈസായിട്ട് ബി.ജെ.പിക്ക് ഒരു വോട്ടിന് മുൻകൈ നേടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവസരമൊരുക്കുകയാണ് ഉണ്ടായത്. ഇത് അവസരവാദ രാഷ്ട്രീയമാണ്. മറ്റത്തൂരിന് പിന്നാലെയാണ് പാർലത്തും ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നത്. CPM തന്നെയാണ് ഇവിടെയും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 10 വർഷമായി ഇവിടെ LDF ആണ് ഈ പാർലം പഞ്ചായത്ത് ഭരണം നടത്തിയിരുന്നത്. ഈ ഒരു ഇടത്ത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോവുകയും BJPയും അതുപോലെ തന്നെ UDFും സമാസമം എത്തുകയുമാണ് ഉണ്ടായത്. 6 സീറ്റുകൾ വീതം നേടി ഈ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വോട്ട് അസാധുവാകുന്നത്. അത് UDFിൻ്റെ ഒരു അംഗത്തിൻ്റെ വോട്ടാണ്, 3ാം വാർഡിലെ ഒരു വനിതാ സ്ഥാനാർത്ഥിയുടെ വോട്ടാണ് ഇത്തരത്തിൽ അത് അസാധുവായത്. പക്ഷേ അസാധുവായതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അസാധുവായി എന്ന് പറയുന്ന ഈ വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു ആദ്യഘട്ടത്തിൽ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്ത ദിവസം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരു വ്യക്തിയെ, മറ്റൊരു തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതേസമയം തന്നെ BJP പാർലം പഞ്ചായത്തിൽ ഇതുവരേക്കും ഭരണം പിടിക്കാനായി കഴിയാത്ത ഒരു മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണം പിടിക്കാനായുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നതും ഈ ഒരു ഘട്ടത്തിലാണ് CPM ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പലതവണ റിട്ടേണിംഗ് ഓഫീസർ എല്ലാവരെയും ഈ വോട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു കൃത്യമായി എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, ഇൻറ്റു മാർക്ക് ചെയ്ത് തന്നെ വോട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഈ അസാധുവായ വോട്ട് ടിക്ക് രേഖപ്പെടുത്തിയാണ് അത്തരത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം അസാധുവാക്കിയതാണ് എന്നുള്ള ഒരു ആരോപണമാണ് LDFിൻ്റെ ഭാഗത്തുനിന്നും CPMൻ്റെ ഭാഗത്തുനിന്നുമായി ഉയരുന്നത്. മറ്റത്തൂരിൽ BJPയുമായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചവർ ഒന്നിച്ച് നിന്ന് അവർ അവിടെ ഭരണം പിടിച്ചതുപോലെ തന്നെ BJPക്ക് വേണ്ടി ഇവിടെ വഴി തുറക്കുകയാണ് UDF ചെയ്തത് എന്നുള്ള ഒരു LDF ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണ് ഈ BJP UDF കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർലം പഞ്ചായത്തിലും BJPക്ക് കോൺഗ്രസിന്റെ സഹായം ലഭിച്ചു എന്നൊരു ആരോപണം LDF മുന്നോട്ട് വയ്ക്കുന്നത്.